സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഈ ഇടനിലക്കാരുടെ പരസ്യത്തിനുള്ള എമൗണ്ട് ഇന്ന് സാധാരണക്കാരായ നമ്മളുടെ നിന്ന് പോകുന്നുണ്ട്. അതിനുള്ള റീസൺ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ടാണ്. ട്രഡീഷണൽ മാർക്കറ്റിലൂടെ ഉൽപ്പന്നങ്ങൾ എന്ത് ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ചാലും അതിന് കമ്പനി മാനുഫാക്ചർ ചെയ്തേക്കാൾ കൂടുതൽ പൈസ നമ്മൾ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ ഇന്നത്തെ ഒരു ട്രഡീഷണൽ മാർക്കറ്റിലൂടെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 500 രൂപയുടെ ഉൽപ്പന്നമാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒരു 1000 രൂപ കൊടുത്തതാവും. ഒരു 10 പ്രൊഡക്റ്റ് വാങ്ങിയാൽ നമ്മൾ ഒരു 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് ആക്ച്വൽ കോസ്റ്റ് എത്ര ഉണ്ടാവുള്ളൂ? 50% കുറഞ്ഞിട്ടുണ്ടാവും. അതൊരു 500 രൂപ, 1000 രൂപയുടെ ഒരു 500 രൂപയുടെ വില മതിക്കുന്ന ഉൽപ്പന്നം ഇന്ന് നമ്മൾ 1000 രൂപ കൊടുത്ത് വാങ്ങുന്നത്. അപ്പൊ എങ്ങനെ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കും? ഇന്ന് നിത്യ ചെലവ് കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു റീസൺ ട്രഡീഷണൽ മാർക്കറ്റാണ്. നമ്മൾ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ ഈ ട്രഡീഷണൽ മാർക്കറ്റിലൂടെയാണ് വാങ്ങുന്നത്. അപ്പൊ അവിടുത്തെ അവസ്ഥയാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് പറയുന്നത്. ഇനി ഡയറക്ട് സെല്ലിംഗ്, ആർസിഎം ഡയറക്ട് സെല്ലിംഗ്. എന്താ ഡയറക്ട് സെല്ലിംഗ്? നേരിട്ടുള്ള വിപണന രീതിയാണ്. ഇത് ഇവിടെ മാത്രമല്ല, അല്ലെങ്കിൽ ആർസിഎം മാത്രമല്ല ചെയ്യുന്നത്. 150ഓളം രാജ്യങ്ങളിൽ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഉണ്ട്. ധാരാളം കമ്പനികളുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിനോളം കമ്പനികളുണ്ട് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ. നമുക്ക് ആർസിഎം നമുക്ക് തരുന്ന ഗുണങ്ങളും ആർസിഎം ചെയ്യുന്ന രീതി നമുക്ക് ഇതേപോലെ കസ്റ്റമേഴ്സിന്റെ ഇവിടെ വന്ന നമ്മളെല്ലാവരും കസ്റ്റമേഴ്സാണ്. ഇന്ത്യയിൽ 4 കോടിയിലധികം കസ്റ്റമേഴ്സ് ഉണ്ട്. അവര് ആർസിഎമ്മിന്റെ ഉൽപ്പന്നം ആർസിഎം ഷോപ്പിലൂടെ നേരിട്ട് വാങ്ങുന്നു. അതായത് കമ്പനിയുടെ ഷോപ്പുകളാണ് ഇവിടെ ഇന്ത്യയിൽ ഒട്ടാകെ. കമ്പനി നേരിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ 50 രൂപ അവിടെ വരുന്ന ആ പ്രോഡക്റ്റിന് നമുക്ക് 70 രൂപയ്ക്ക് കിട്ടാനുള്ള സംവിധാനമാണ്. ഇനി നമ്മളൊന്ന് ഇതിനെ മനസ്സിലാക്കി ഒരു രജിസ്റ്റേർഡ് ഒരു അസോസിയേറ്റ് ബയർ ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും 20-40% വിലക്കുറവിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും ഡയറക്ട് സെല്ലിംഗ്. ഇവിടെ നിങ്ങൾ നോക്കൂ, പരസ്യം ഉണ്ടോ? ഇവിടെ പരസ്യമില്ല. വേറെ ഇടനിലക്കാർ വരുന്നുണ്ടോ? ഇല്ല, ഒരാളും ഇടനിലക്കാരായിട്ടില്ല. കാരണം കമ്പനിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇന്ത്യ ഒട്ടാകെ മാർക്കറ്റ് ചെയ്യുന്നതും കമ്പനിയാണ്. കമ്പനിയുടെ ഗോഡൌണുകൾ പല സ്ഥലങ്ങളിലൂടെയാണ് ഈ പ്രോഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ്.